പിന്നല്ല അളിയ 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 പെണ്ണുങ്ങൾ കുറവാണ്. എടാ പോയി പറയടാ. എടാ നീ ഒന്നീ പറയൂ. ഞാനാ എന്നിട്ട് വേണം കൂട്ടുകാരൻ്റെ പെണ്ണിനെ വളർത്തും ചിത്രത്തിലൊക്കെ ഞാൻ പോവില്ല. എടാ ടുട്ടു നീ ഒന്നീ പറടാ. ഞാൻ പോണം. ആ പോയാലോ? അവനൊരു ഗേൾഫ്രണ്ട് വേണം. കൊളാക്കോ? ഒരു സംശയമില്ല. ചേച്ചി പ്ലീസ് ഒന്ന് അകലേക്ക് വരുമോ? എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേര് വെച്ചാൽ അല്ല വേണ്ട. എന്തൊക്കെയായാലും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, പോരാത്തതിന് ഇപ്പോൾ അടുത്തടുത്ത കോളേജിലും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിച്ചൂടെ? നാട്ടിൽ നിന്ന് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത്. എന്റെ പൊന്നു ചേട്ടാ എന്നെ വിട്ടേ. കൈവപ്പാണല്ലോ. നീ ടെൻഷൻ എന്തായി? എടാ വേട്ടമളിയാ, എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല കുട്ടി. എന്റെ ശല്യം കാരണം അവള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നല്ലടാ. അവളങ്ങനെ പറഞ്ഞു. അവളങ്ങനെ പറഞ്ഞു തന്നാ. അത് മാത്രമല്ല എന്റെ പൊന്നു കേട്ടോ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒറ്റ പോക്ക് ഒറ്റ വെച്ചിരുന്നു. മിണ്ടിട്ട് സഹിക്കാൻ മേലാഞ്ഞിട്ടല്ലോ ബാംഗ്ലൂർക്ക് പോകുന്നത്. എടാ നീ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് അതാകുമ്പോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. ಯಾಕೋ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಾ? അവളെ കാണാമെന്ന് ವಾರ್ನಿಂಗ್ ಕೊಟ್ಟಿದ್ದೆ. ಅವಳು ನೋಡೋದಕ್ಕೆ ನಾವೆಲ್ಲ ಇದ್ದೀವಿ, ನೀವು ಯಾಕೆ ಬಂದ್ರಿ? അങ്ങനെ എൻ്റെ സന്തോഷത്തിന്റെ താക്കോൽ ഇവിടെ കളഞ്ഞുപോയി. അല്ലെങ്കിൽ നമ്മളാണുങ്ങൾ ഇങ്ങനെയാ, എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് കാത്തുവെച്ച് നമ്മുടെ മുന്നിലെത്തിയ നമ്മൾ പഴയതെല്ലാം മറക്കും. തോന്നിയ നേരത്തെ ചെക്കൻ്റെ വരവ്. മഴയിൽ നനഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ വിചാരം. നനഞ്ഞിണ്ടല്ല, മഴയാണോ? നീ എന്താ ഓടഞ്ഞു? അല്ല നേരത്തെ വന്നിരുന്നെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. കൊട എടുക്കായിരുന്നു കേട്ടോ. കിട്ടിയായിരുന്നോ? ഇപ്പം പോയാ ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ വേറെ ഇറച്ചി കിട്ടിക്കണം. ഷൂ കണ്ടാ അറിയാം. ഇത് ഇവിടെ കിട്ടിയാ പോരെ? ആ ഇത് ഇങ്ങനെ ഒന്നുകൂടെ ചുറ്റി തിരിച്ച്. ശരി, ഇങ്ങോട്ട് കേട്ടോ അല്ലേ? അതെ. ഹായ്. ഹായ്. ഹലോ. ഈ എപ്പോഴും ഈ സമയത്താണോ ഓട്ടം?
എപ്പോഴും ഈ സമയത്താണോ ജോഗിങ്? 2 വർഷമായിട്ട്. രണ്ടു വർഷമായിട്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ? താൻ പാടുവോ? ഇല്ല. ഞാൻ പാടും. ഓ, ഉദയനാണ് താരം സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനതിൽ പാടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഹെഡ്ഫോൺസ്, വൈറ്റ്. പക്ഷെ ഞാൻ ജോഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മൾ അടുത്ത ആരിൽ നിന്ന് സംസാരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ആരാ ഫേവറേറ്റ് മ്യൂസീഷ്യൻ? യാനി. ഓ, യാനി. യാനിയാ? യാനിയാ? എടാ, നിനക്ക് യാനിനെ അറിയില്ല? ഓ, പൂർ പീപ്പിൾ. യാനി ഈസ് എ ഗ്രീക്ക് മ്യൂസിക് കമ്പോസർ, ബോൺ ഓൺ November 14th. He has spent his adult life in United States. He predominantly focused on instruments. ഞാനിവിടെ മോർണിംഗ് ലൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? ടിങ് 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 ടിങ്. ഓഫ്, എൻ്റെ ഫേവറേറ്റ്. ഞാൻ അയാളുടെ ഒരൊറ്റ പാട്ടേ കേട്ടിട്ടുള്ളൂ. ഹേയ്, ഹായ്. ഇന്നത്തെ ഒറ്റയ്ക്കായി പോയേ? നന്നായി. ഭയങ്കര സീരിയസ് ആണ് അയാൾ. ഏയ് പാവ. ആക്ച്വലി ഷീസ് മൈ ബെസ്റ്റി. സംസാരിക്കണേൽ നല്ല കമ്പനിയാണ്. ഇയാള് പിന്നെ വേറെ സിനിമയിലൊന്നും പാടിയില്ലേ? അത് പിന്നെ ഈ കോളേജും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് പിന്നെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കോൺസേർട്ട് വരുന്നുണ്ട്. കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണോ? പിന്നെ ടിക്കറ്റൊക്കെ ഒരാഴ്ച മുമ്പ് സോൾഡ് ഔട്ട് ആയില്ലേ? AR റഹ്മാൻ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. ഈ ഡിസംബറിൽ പുള്ളിയുടെ ഒരു വേൾഡ് ടൂർ വരുന്നുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ളവരെയൊക്കെ പുള്ളി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോ അതിനൊരുപാട് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓ, അതിനൊക്കെ എവിടെ സമയം? ഇവിടെയുള്ള ഈ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ടല്ലോ, താജ്, മെറിഡിയൻ, ലീല, അവിടെയൊക്കെ ആയിരിക്കും മിക്കവാറും എൻ്റെ രാത്രികൾ. ഈ വെസ്റ്റ് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല പല സിംഹങ്ങളായിട്ട് ഞാനിങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഒരു സൂഫി കവാലി ലൈനായിരിക്കും. ഇന്ന് രാത്രി ഉണ്ട് ഒരു മുട്ടൽ പ്രോഗ്രാം. സ്വരം പൂവിടും ഗാനമേ, സ്വരം പൂവിടും ഗാനമേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ. വരാതെ വന്ന എൻ ദേവി, ഉണരുമീ ഗാനം, ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം, ഉരുകുമെന്നുള്ളം. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതൊന്നും തുറന്നു പറയാൻ പറ്റാതെ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയോ, ഞാനന്ന് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. ഭയങ്കര ഡ്രാമ കയറുന്നു. ഇത് വേണ്ട, കുറച്ചും കൂടെ നാച്ചുറലായിട്ട്. ഞാനൊന്ന് പറഞ്ഞതിൽ 2 കാര്യം മാത്രം കള്ളായിരുന്നു. ബാക്കി മുഴുവൻ സത്യമായിരുന്നു. സത്യം. ഹലോ